തീം 5 നൊമാഡിക് എംപയേഴ്സ് നാടോടി സാമ്രാജ്യങ്ങൾ. ഈ തീമിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് കുപ്കർ ടാക്സ്? കുപ്കർ ടാക്സ് എന്നാൽ എന്ത്? ചെങ്കിസ് ഖാൻ ഫോംഡ് എ കൊറിയർ സിസ്റ്റം. ചെങ്കിസ് ഖാൻ ഒരു കൊറിയർ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. കൊറിയർ സിസ്റ്റം നോൺ ആസ് യാം. ഇതിനെ അറിയപ്പെടുന്നത് യാം എന്നാണ്. മംഗോൾസ് ദേ പെയ്ഡ് എ ടാക്സ്, കോൺട്രിബ്യൂട്ടഡ് 1/10 ഓഫ് ദ ഹോഴ്സസ് ആൻഡ് ലൈവ് സ്റ്റോക്ക്. മംഗോളിയന്മാർ അതിനായി ഒരു ടാക്സ് അടച്ചിരുന്നു. ആ ടാക്സ് എന്നുള്ളത് അവരുടെ കുതിരകളും മറ്റ് വളർത്തുമൃഗങ്ങളുടെയും 10/1 ടാക്സ് ആയിട്ട് അടച്ചിട്ടുള്ളത്. മംഗോളിയന്മാർ യാം നിലനിർത്താൻ വേണ്ടി അടച്ച നികുതിയെ വിളിക്കുന്നതാണ് കുപ്കർ ടാക്സ്. യാം നിലനിർത്താനായി നൽകുന്ന ടാക്സിനെയാണ് കുപ്കർ നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. പോയിന്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലീഗൽ കോഡ് ഓഫ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാന്റെ നിയമസംഹിതയെക്കുറിച്ച് വിവരിക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വാല്യൂ പോയിന്റ്സ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. മംഗോൾ എംപയർ ഗവേൺഡ് ബൈ എ കോഡ് ഓഫ് ലോ. മംഗോളിയൻ ഭരണസംവിധാനം, മംഗോളിയൻ സാമ്രാജ്യം അതൊരു നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. ഇറ്റ് വാസ് ഡിവൈസ്ഡ് ബൈ ചെങ്കിസ് ഖാൻ. ഇത് കൊണ്ടുവന്നത് ചെങ്കിസ് ഖാൻ ആയിരുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് യാസ. ഇതിനെ വിളിക്കുന്ന പേരാണ് യാസ. യാസ ലീഗൽ കോഡ്, ഒരു നിയമ സംഹിതയാണ്. കോഡ് ഓഫ് ചെങ്കിസ് ഖാൻ, ഇതിനെ ചെങ്കിസ് ഖാന്റെ നിയമസംഹിത എന്നറിയപ്പെടുന്നു. കമ്പൈലേഷൻ ഓഫ് ദ കസ്റ്റമറി ട്രഡീഷൻസ്. ആചാരങ്ങളുടെ ഒരു സമാഹാരമാണ് യാസ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ജോയിൻ ടുഗദർ. ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യാസയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മംഗോളിയന്മാരെ യോജിപ്പിക്കാൻ സഹായിച്ചു. റിട്ടൈൻ ദെയർ എത്തനിക് ഐഡൻറ്റിറ്റി. വംശീയ സ്വത്വം നിലനിർത്താൻ വേണ്ടി മംഗോളിയന്മാരെ സഹായിച്ചത് ഈ നിയമമായിരുന്നു. ഇമ്പോസ് ദെയർ ലോ അപ്പോൺ ഡിഫീറ്റഡ് സബ്ജക്ട്സ്. ഈ നിയമം പരാജിതരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ അവർക്ക് സഹായകരമായി. മംഗോൾ യൂണിവേഴ്സൽ ഡൊമേനിയൻ. മംഗോളിയന്മാരുടെ ലോക മേധാവിത്വം നിലനിർത്താൻ വേണ്ടി ഈ യാസ അവർക്ക് ഉപകാരപ്രദമായി തീർന്നു. മൂന്നാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. പോയിന്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ മിലിറ്ററി സിസ്റ്റം ഓഫ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാന്റെ സൈനിക സംവിധാനത്തെക്കുറിച്ച് വിവരിക്കുക. ചെങ്കിസ് ഖാന്റെ സൈനിക സംവിധാനത്തെക്കുറിച്ച് വിവരിക്കുക. വാല്യൂ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മിലിറ്ററി ഓർഗനൈസേഷനാണ് എഴുതേണ്ടത്, സൈനിക സംവിധാനം. ആർമി കമ്പോസ്ഡ് ഡിഫറെൻറ്റ് പീപ്പിൾ. മംഗോളിയന്മാരുടെ സൈന്യത്തിൽ വിവിധ വർഗത്തിൽപ്പെട്ട ജനവിഭാഗം ഉണ്ടായിരുന്നു. ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ഡെസിമൽ യൂണിറ്റ് സിസ്റ്റം. ഈ സൈന്യം രൂപീകരിച്ചിട്ടുള്ളത് ഡെസിമൽ യൂണിറ്റ്, ദശാംശ സമ്പ്രദായ രീതിയിലായിരുന്നു. 10, 100, 1000, 10,000 സോൾജേഴ്സ് ഇങ്ങനെയായിരുന്നു. സ്പെഷ്യലി ചൂസൺ ക്യാപ്റ്റൻസ് വെയർ കോൾഡ് നോയൻ. പ്രത്യേകമായി തെരഞ്ഞെടുത്ത സൈനിക തലവന്മാരെ നോയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തെരഞ്ഞെടുത്ത ക്യാപ്റ്റന്മാരെ നോയൻ എന്നറിയപ്പെടുന്നു. ലോയൽ ഫോളോവേഴ്സ് വെയർ കോൾഡ് അണ്ട. വിശ്വസ്തരെ ചെങ്കിസ് ഖാൻ വിളിച്ചിരുന്നത് കുല സഹോദരന്മാർ അഥവാ അണ്ട എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. താമ മീൻസ് എ മിലിറ്ററി കണ്ടിജന്റ്. താമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സൈനിക വിഭാഗം എന്നാണ്. ഇനി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, രാഷ്ട്രീയ സംവിധാനം. ടെറിട്ടറി ഡിവൈഡഡ് ഇൻറ്റു 4 ഉലസ്. സാമ്രാജ്യത്തെ 4 വിഭജിച്ചു. 4 ഉലസുകളായിട്ട്, പ്രവിശ്യകളായിട്ട് വിഭജിച്ചു. ഇത് 4 മക്കളുടെ കീഴിലായിരുന്നു. ജോച്ചി, അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ജോച്ചി, അദ്ദേഹം ഭരിച്ചിരുന്നത് റഷ്യൻ സ്റ്റെപ്പീസ് ആണ്. റഷ്യൻ പുൽമേട് ആ പ്രദേശമായിരുന്നു ജോച്ചി ഭരിച്ചിരുന്നത്. ചക്കാട്ടെ ഭരിച്ചിരുന്നത് ട്രാൻസോഷ്യാനിയൻ സ്റ്റെപ്പീസ്. ട്രാൻസ് പുൽമേടാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. ഒഗോഡെ ഭരിച്ചിരുന്നത് ചെങ്കിസ് ഖാൻ സക്സസർ. അദ്ദേഹം ചെങ്കിസ് ഖാൻ്റെ
പിൻഗാമിയായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. തൊലൂയി ആൻസെസ്ട്രൽ ലാൻഡ്, പരമ്പരാഗത മംഗോളിയൻ ഭൂമി ഭരിച്ചിരുന്നത് തൊലൂയി ആയിരുന്നു. ഇങ്ങനെ 4 മക്കളുടെ കീഴിൽ സാമ്രാജ്യം വിഭജിച്ച് ഭരിച്ചിരുന്നു. കുറുൾത്തായ്സ് മീൻസ് അസംബ്ലി ഓഫ് ചീഫ്റ്റൻ. കുറുൾത്തായ് എന്ന് പറഞ്ഞാൽ മംഗോളിയൻ മുഖ്യന്മാരുടെ ഒരു അസംബ്ലിയാണ്. അടുത്ത ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഇവാലുവേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ചെങ്കിസ് ഖാൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ചെങ്കിസ് ഖാൻ്റെ ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുക. ചെങ്കിസ് ഖാന് ലോക ചരിത്രത്തിലുള്ള സ്ഥാനം എന്താണ്? ചെങ്കിസ് ഖാൻ റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി ആസ് കോൺകറർ. ചെങ്കിസ് ഖാനെ ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ആക്രമണകാരിയായിട്ടാണ്, മനുഷ്യൻ്റെ ജീവൻ അപഹരിച്ച ചക്രവർത്തിയായിട്ടാണ് ചെങ്കിസ് ഖാനെ ലോക ചരിത്രത്തിൽ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ടു ദ മംഗോൾസ് ഹി വാസ് എ ഗ്രേറ്റ് ലീഡർ. എന്നാൽ മംഗോളിയന്മാർക്ക് എക്കാലത്തെയും മഹാനായ നേതാവാണ് ചെങ്കിസ് ഖാൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത്? യുണൈറ്റഡ് ദ മംഗോൾസ്, മംഗോളിയന്മാരെ അദ്ദേഹം ഒന്നിപ്പിച്ചു. ബ്രോട്ട് പ്രോസ്പെരിറ്റി, മംഗോളിയന്മാർക്ക് സമൃദ്ധി കൊണ്ടുവന്ന ചക്രവർത്തിയാണ് ചെങ്കിസ് ഖാൻ. ഹി വാസ് എ ലോ ഗിവർ. അദ്ദേഹം അവർക്ക് വേണ്ടി ഒരു നിയമം തന്നെ നൽകിയിട്ടുണ്ട്. ചെങ്കിസ് ഖാൻ ഇപ്പോൾ മംഗോളിയക്കാരുടെ ദേശീയ നായകനാണ്. അടുത്ത ചോദ്യം പരിശോധിക്കാം. അനലൈസ് ദ റോൾ ഓഫ് ചെങ്കിസ് ഖാൻ ഇൻ ബിൽഡിംഗ് അപ്പ് ദ മംഗോളിയൻ എംപയർ. മംഗോൾ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ചെങ്കിസ് ഖാനുള്ള സ്ഥാനം വിശകലനം ചെയ്യുക. ഏരിയാസ് ടു ബി കൺസിഡർ, പരിഗണിക്കേണ്ടുന്ന മേഖലകൾ. ഇയർലി ലൈഫ് ഓഫ് ചെങ്കിസ് ഖാൻ്റെ ആദ്യകാല ജീവിതം, മിലിറ്ററി സ്ട്രാറ്റജീസ്, സൈനിക സംവിധാനം, കോഡ് ഓഫ് ലോ, നിയമസംഹിത, കൊറിയർ സിസ്റ്റം, കൊറിയർ സംവിധാനം. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. മുൻകാലത്ത് ചോദിച്ചതാണ്. 2016, 17, 19 ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകം ഓർക്കുക, 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ആണ് വന്നിട്ടുള്ളത്, 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വിശദമായിട്ട് തന്നെ എഴുതണം. എന്തൊക്കെ വാല്യൂ പോയിൻ്റാണ് നമ്മൾ ചെങ്കിസ് ഖാനെ കുറിച്ച് ഇങ്ങനെ വിശദമായി 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്? എന്തൊക്കെ വാല്യൂ പോയിൻറ്റ്സ് ആണ് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഒന്നാമതായിട്ട് നമ്മൾ എഴുതുന്നത് ചെങ്കിസ് ഖാൻസ് എയർലി കരിയർ. ചെങ്കിസ് ഖാൻ്റെ ആദ്യകാല ജീവിതം. ചെങ്കിസ് ഖാൻ ബോൺ ഇൻ 1162 നിയർ ഓനൻ റിവർ. ഓനൻ നദിയുടെ തീരത്ത് 1162 ചെങ്കിസ് ഖാൻ ജനിച്ചത്. ഹിസ് ഒറിജിനൽ നെയിം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് തെമൂജിൻ എന്നായിരുന്നു. അതായത് ചെങ്കിസ് ഖാൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് തെമൂജിൻ എന്നായിരുന്നു. യെസുഗൈ ഹിസ് ഫാദർ, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് യെസുഗൈ എന്നായിരുന്നു. ഹി വാസ് അസാസിനേറ്റഡ് ബൈ ടാറ്റാർ ട്രൈബ്. അദ്ദേഹത്തെ ടാറ്റാർ ഗോത്രവർഗം കൊലപ്പെടുത്തി. ബോട്ടെ വാസ് ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ബോട്ടെ എന്നായിരുന്നു. ഷി വാസ് കിഡ്നാപ്പ്ഡ്. ശത്രുക്കൾ ബോട്ടയെ കിഡ്നാപ്പ് ചെയ്തു. ഡിഫീറ്റ് ടാറ്റാർ നെയ്മൻസ് കരേറ്റസ്. പക്ഷേ ചെങ്കിസ് ഖാൻ, തെമൂജിൻ ആരെയൊക്കെ പരാജയപ്പെടുത്തി? ടാറ്റാർസിനെ പരാജയപ്പെടുത്തി, നെയ്മാൻസ് എന്ന് പറയുന്ന ഗോത്രവർഗത്തെ പരാജയപ്പെടുത്തി, കരാട്ടേസ് എന്ന് പറയുന്ന ഗോത്രവർഗത്തെയും പരാജയപ്പെടുത്തി. 3 പ്രമുഖ ഗോത്രവർഗങ്ങളെ ചെങ്കിസ് ഖാൻ അല്ലെങ്കിൽ തെമൂജിൻ പിൽക്കാലത്ത് പരാജയപ്പെടുത്തുന്നത്: ടാറ്റാർസ്, നെയ്മാൻസ് ആൻഡ് കരാട്ടെ. കുറുൾത്തായ് അസംബ്ലി ഓഫ് മംഗോൾസ് ചീഫ്റ്റൻസ്. കുറുൾത്തായ് എന്ന് പറഞ്ഞാൽ മംഗോളിയന്മാരുടെ അസംബ്ലി ആണ് കുറുൾത്തായ്സ്. ഈ അസംബ്ലി തെമൂജിനെ ഗ്രേറ്റ് ഖാൻ എന്ന അർത്ഥത്തിൽ ചെങ്കിസ് ഖാൻ എന്ന പേര് നൽകി. ഗ്രേറ്റ് ഖാൻ, ഗ്രേറ്റ് ലീഡർ, ഗ്രേറ്റ് റൂളർ, മഹാനായ ഖാൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകി. അതുകൊണ്ടാണ് അദ്ദേഹം ചെങ്കിസ് ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമതായിട്ട് എഴുതേണ്ട വാല്യൂ പോയിന്റ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻ. സാമൂഹിക, രാഷ്ട്രീയ, സൈനിക സംവിധാനത്തെക്കുറിച്ച് എഴുതണം. മിലിറ്ററി ഓർഗനൈസേഷൻ, സൈനിക സംവിധാനം എങ്ങനെയുള്ളതായിരുന്നു? ആർമി കമ്പോസ്ഡ് ഡിഫറെൻറ്റ് പീപ്പിൾ. നേരത്തെ നമ്മൾ പഠിച്ചതാണ്, മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പഠിച്ചതാണ്. ആർമി കമ്പോസ്ഡ് ഡിഫറെൻറ്റ് പീപ്പിൾ. വ്യത്യസ്ത ജനവിഭാഗം ഉൾപ്പെട്ടതായിരുന്നു ചെങ്കിസ് ഖാൻ്റെ സൈന്യം. ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ഡെസിമൽ യൂണിറ്റ് സിസ്റ്റം.
ഡെസിമൽ അഥവാ ദശാംശ സമ്പ്രദായ രീതിയിലായിരുന്നു സൈന്യത്തെ ക്രമീകരിച്ചിരുന്നത്. 10, 100, 1000, 10,000 സോൾജേഴ്സ് എന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. സ്പെഷ്യലി ചൂസൺ ക്യാപ്റ്റൻസ് വെയർ കോൾഡ് നോയൻ. തെരഞ്ഞെടുത്ത ക്യാപ്റ്റന്മാരെ നോയൻ എന്ന പേരിൽ അദ്ദേഹം വിളിച്ചിരുന്നു. ലോയൽ ഫോളോവേഴ്സ് വെയർ കോൾഡ് അണ്ട. കുല സഹോദരന്മാരെന്ന് വിളിച്ചിരുന്നു. താമ മീൻസ് മിലിറ്ററി കണ്ടിജന്റ്. താമ എന്ന് പറഞ്ഞാൽ സൈനിക വിഭാഗത്തെയാണ്. ഇനി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, രാഷ്ട്രീയ സംവിധാനം എങ്ങനെയായിരുന്നു? ടെറിട്ടറി ഡിവൈഡഡ് ഇൻറ്റു 4 ഉലസ്. രാജ്യത്തെ 4 പ്രവിശ്യകളായിട്ട് വിഭജിച്ചു. ഉലസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 4 പുത്രന്മാരുടെ കീഴിലായിരുന്നു. ജോച്ചി ഹു റൂൾഡ് റഷ്യൻ സ്റ്റെപ്പീസ്. റഷ്യൻ പുൽമേടുകൾ ഭരിച്ചിരുന്നത് ജോച്ചി ആയിരുന്നു. ചഖാട്ടെ ട്രാൻസോഷ്യാനിയ സ്റ്റെപ്പീസ്. ട്രാൻസോഷ്യാനിയ പുൽമേടാണ് ചഖാട്ടെ ഭരിച്ചിരുന്നത്. ഒഘോഡെ ചെങ്കിസ് ഖാൻ സക്സസർ. ചെങ്കിസ് ഖാൻ്റെ പിൻഗാമിയായിട്ട് നിശ്ചയിച്ചത് ഒഘാഡെ എന്ന മകനെ ആയിരുന്നു. തൊലോയ് ആൻസെസ്റ്റർ ലാൻഡ്. തൊലോയ് ഭരിച്ചിരുന്നത് പരമ്പരാഗത ഭൂമിയായിരുന്നു. കുറുൾത്തായ്സ് മീൻസ് അസംബ്ലി ഓഫ് ചീഫ്റ്റൻസ്. കുറുൾത്തായ് എന്ന് പറയുന്നത് മംഗോളിയന്മാരുടെ ചീഫുമാരുടെ ഒരു സംഘമായിരുന്നു, ഒരു സഭയായിരുന്നു കുറുൾത്തായ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി കൊറിയർ സിസ്റ്റം നോൺ ആസ് യാം. കൊറിയർ സമ്പ്രദായം. ചെങ്കിസ് ഖാൻ ഫോംഡ് എ കൊറിയർ സിസ്റ്റം. ചെങ്കിസ് ഖാൻ ഒരു കൊറിയർ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് കുബ്കർ ടാക്സ്. ഇറ്റ് ഈസ് നോൺ ആസ് ഇത് അറിയപ്പെടുന്നത് ചെങ്കിസ് ഖാൻ്റെ യാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനെ ടാക്സിനെ വിളിച്ചിരുന്നത് കുബ്കർ ടാക്സ് എന്നാണ്. ഇപ്പോൾ ചെങ്കിസ് ഖാൻ്റെ കൊറിയർ സമ്പ്രദായം അറിയപ്പെടുന്നത് യാം. ഇറ്റ് ഈസ് നോൺ ആസ് യാം. എ ടാക്സ് പെയ്ഡ് ബൈ ദ മംഗോൾസ് കോൾഡ് കുബ്കർ ടാക്സ്. കുബ്കർ ടാക്സ് എന്നായിരുന്നു. കോൺട്രിബ്യൂട്ടഡ് 1/10 ഓഫ് ദ ഹോഴ്സസ് ആൻഡ് ലിവ് സ്റ്റോക്ക്. അവരുടെ കുതിരകളും വളർത്തുമൃഗങ്ങളുടെ 10-1 നികുതിയായി നൽകണമായിരുന്നു. യാം എന്ന കൊറിയർ സമ്പ്രദായം നിലനിർത്താൻ വേണ്ടി മംഗോളിയൻ ജനത നൽകിയിരുന്ന ടാക്സാണ് കുബ്കർ ടാക്സ്. ട്രേഡ്, വ്യാപാരം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എൻകറേജ്ഡ് ഫോറിൻ മെർച്ചൻസ്. വിദേശ വ്യാപാരികളെ പ്രോത്സാഹിപ്പിച്ചു. റോഡ്സ്, മെഡിറ്ററേനിയൻ ടു ചൈന. മെഡിറ്ററേനിയൻ മുതൽ ചൈന വരെ ഒരു വലിയ റോഡ് നിർമ്മിച്ചിരുന്നു. അതിന് അറിയപ്പെടുന്ന സിൽക്ക് റൂട്ട്. ഇറ്റ് ഈസ് നോൺ ആസ് സിൽക്ക് റൂട്ട് ഫ്രം മെഡിറ്ററേനിയൻ ടു ചൈന. ട്രാവലേഴ്സ് പാസ്. യാത്ര ചെയ്യാൻ വേണ്ടി, സാമ്രാജ്യത്തിൽ കൂടി യാത്ര ചെയ്യാൻ വേണ്ടി ട്രാവലേഴ്സ് പാസ്, യാത്രക്കാർക്ക് പാസ് നൽകിയിരുന്നു. അത് അറിയപ്പെടുന്നത് പൈസ ഇൻ പേർഷ്യ. പൈസ എന്ന് പേർഷ്യയിലും ഗറേജ് എന്ന് മംഗോളിയയിലും അറിയപ്പെട്ടിരുന്നു ഈ പാസിനെ വിളിച്ചിരുന്നത്. ബാജ് ടാക്സ്. എന്താണ് ബാജ് ടാക്സ് എന്ന് നോക്കാം. ട്രേഡേഴ്സ് പെയ്ഡ് എ ടാക്സ് നോൺ ആസ് ബാജ് ടാക്സ്. ഈ കച്ചവടക്കാർ, വ്യാപാരികൾ ഒരു ടാക്സ് നൽകിയിരുന്നു. അതിനെ ബാജ് ടാക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ്റെ ഭരണ സവിശേഷതകൾ. യാസ മീൻസ് ലീഗൽ കോഡ്. യാസ ഒരു നിയമ സംഹിതയായിരുന്നു. ഫോർ ദ മംഗോൾസ് ചെങ്കിസ് ഖാൻ ഈസ് ദ ഗ്രേറ്റ് ലീഡർ. ചെങ്കിസ് ഖാൻ മംഗോളിയന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാനായ നേതാവ് ആയിരുന്നു. മൾട്ടി എത്തനിക്, മൾട്ടി ലിംഗ്വൽ, മൾട്ടി റിലീജിയസ് റഷീം. അവരുടെ ഭരണം എന്ന് പറയുന്നത് ബഹുവംശ, ബഹുഭാഷ, ബഹുമത ഭരണ സംവിധാനമായിരുന്നു. ജോയിൻ ടുഗദർ. അവരുടെ നിയമം മംഗോളിയന്മാരെ അല്ലെങ്കിൽ അദ്ദേഹം മംഗോളിയന്മാരെ യോജിപ്പിച്ച് നിർത്തി. റിട്ടൈൻ ദെയർ എത്തനിക് ഐഡൻറ്റിറ്റി. വംശീയ സ്വത്വം നിലനിർത്താൻ അവരെ സഹായിച്ചു. മംഗോളിയാസ് നാഷണൽ ഹീറോ. ഇപ്പോൾ ചെങ്കിസ് ഖാൻ മംഗോളിയക്കാരുടെ ദേശീയ ഹീറോയാണ്.